എൻ്റെ ക്ലാസ്സിലേക്ക് പോവാം. അങ്ങനെ എൻ്റെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് എന്തൊക്കെയാണ് പറയാനുള്ളത് നോക്കാം. വാട്ട് ഡു യു വാണ്ട് സേ അബൌട്ട് ഇറ്റ്? ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരേ സമയം കമാൻഡ്സ് കൊടുക്കുന്നതും ആ കമാൻഡ്സിനനുസരിച്ച് ആക്ഷൻ നടക്കുന്നതും നമ്മൾ കണ്ടു. അതെ, ക്രാഫ്റ്റ് എങ്ങനെ മൂവ് ചെയ്യുന്ന ഓരോ കമാൻഡ്സിനനുസരിച്ച് നമ്മൾ കണ്ടു. ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. It was very wonderful experience. Actually, ഞങ്ങൾ ഭയങ്കര ലക്കി ആയിരുന്നു because we got to see 5, including 4 takeoffs and 1 landing. ഞങ്ങൾക്കൊരു ഹെലികോപ്റ്റർ ലാൻഡിങ് ആക്ച്വലി കാണാൻ പറ്റി. It was very wonderful. നമ്മൾ പഠിച്ച കാര്യം ഇമാജിനേറ്റ് ചെയ്ത് പഠിച്ച കാര്യമൊക്കെ റിയാലിറ്റിയിൽ വന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു. പിന്നെ നമ്മളിപ്പം ഒരു ഹെലികോപ്റ്റർ ലാൻഡിങ് കണ്ടു. പിന്നെ അതിൽ അവർ നമുക്ക് പറഞ്ഞു തന്ന രീതിയും ഭയങ്കര എക്സ്പ്ലനേഷനും ആ മാം നമുക്ക് എല്ലാ കാര്യവും ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നതും വളരെ നല്ല കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവര് ശരിക്കും നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റി എങ്ങനെയാണ് ATC ആ ഒരു സേഫ്റ്റി എയർക്രാഫ്റ്റിനെയും അതുപോലെ തന്നെ പാസഞ്ചേഴ്സിനെയും ഒക്കെ സേഫ്റ്റി ശരിയാക്കണമെന്നും അത് സൂക്ഷിക്കണമെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ലിറ്ററലി ഒക്കെ കാണുമ്പോൾ ഓരോ ഗൂസ് ബംസ് ഫീൽ ചെയ്തത്. സോ നെക്സ്റ്റ് നമുക്ക് സിം റൂം ഉണ്ട് ആൻഡ് ഒരുപാട് സെക്ഷൻസ് ഇവിടെ ഉണ്ട്. സോ ഫസ്റ്റ്ലി നമുക്ക് പ്ലേ ഏരിയയിൽ പോവാം. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? നമ്മൾ ഇന്ന് ATC കണ്ടു, എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ആസ് എൻ ആസ്പയറിംഗ് പൈലറ്റ് ഞങ്ങൾക്കത് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ബിക്കോസ് ATC ഒന്നും ഞങ്ങൾ അങ്ങനെ കാണാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. സോ KFA അത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വാവ്, ഞങ്ങൾ ATC കണ്ടു. ആൻഡ് ഐ ഹാവ് ഓൾസോ സീൻ ദ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ്. സോ ഇറ്റ് വാസ് എൻ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി. അമീഷ പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. ഇപ്പം ഒരാൾ എത്ര വിചാരിച്ചാലും ATC കയറാൻ കഴിയണമെന്നില്ല. പക്ഷേ KFA ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നു. അവിടെയാണെങ്കിൽ എയർപോർട്ടിൽ ഒരു ഡിലേസ് ഉണ്ടായിട്ടില്ല. അവർ നമുക്ക് വേണ്ടിയിട്ട് ടേക്ക് ഓഫ് ലാൻഡിങ്ങും സമയം വരെ അവിടെ നമ്മളെ സ്റ്റേ ചെയ്യിപ്പിച്ചു, അത് കാണിച്ചു. അങ്ങനെ ധാരാളം ഹെൽപ്പ് ATCൻ്റെ ഭാഗത്തുനിന്നും KFAൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. സോ ഹാപ്പി ടു ബി ഇൻ KFA. ഓക്കെ, അടിപൊളിയായിരുന്നു. ആദ്യമായിട്ട് പോയപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയുമ്പോൾ ഫാന്റാസ്റ്റിക്. ആൻഡ് ലാൻഡിങ്ങും ടേക്ക് ഓഫും കണ്ടു അടിപൊളിയായിരുന്നു. ATC വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് ATCയുടെ പ്രൊസീജിയറും ബാക്കിയുള്ള ഇതൊന്നും നമുക്ക് അറിയുന്ന ഒരു കാര്യമല്ല. എല്ലാവർക്കും പെർമിഷൻ കിട്ടുന്ന ഒരു സ്ഥലമല്ല ATC. സോ ATC എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. അതിന് പൈലറ്റിൻ്റെ ഒരു വ്യൂ അനുസരിച്ച് നമുക്ക് മേളിക്കോടെ പ്ലൈൻ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്, പക്ഷേ ഗ്രൗണ്ട് ചെയ്യുന്നൊരു എയർക്രാഫ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് ATCയുടെ വിസിറ്റിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. KFAക്ക് അതിന് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ATCക്ക് ഇങ്ങനെ ജസ്റ്റ് എൻ്റർ ചെയ്യുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ ഇറ്റ് വാസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ATC കയറിയപ്പോൾ നമ്മൾ അവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പഠിച്ചു. അവരോരോ മൂവ്മെൻറ്റ്സും പിന്നെ റൺവേ, നമുക്ക് ജസ്റ്റ് റൺവേ എന്ന കോൺസെപ്റ്റ് അറിയാം, പക്ഷേ അതിനെ പറ്റിയൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ഈ സംഭവങ്ങളും മാർക്കിങ്സും എല്ലാം ഒന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ATC പറഞ്ഞു. സോ വണ്ടർഫുൾ എക്സ്പീരിയൻസ്.